എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ എങ്ങനെ കൺട്രോൾ ചെയ്യാം, എങ്ങനെ കൂടാതിരിക്കാം, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കൂടാതിരിക്കും എന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് മുന്നേ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊളസ്ട്രോളിന് ധാരാളം വർഷമായിട്ട് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഹാർട്ട് ഡിസീസ്, ലിവർ, കിഡ്നി അങ്ങനെ തുടങ്ങിയ പല അസുഖങ്ങളുള്ള ആൾക്കാർ നമ്മൾ വർഷങ്ങളായിട്ട് ഈ കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. നമ്മൾ എന്താ പറയുക, ഇങ്ങനെ പലരും വീഡിയോ ഇടുന്നൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് ആ മെഡിസിൻസൊക്കെ സ്റ്റോപ്പാക്കിയിട്ട് ഇത്തരം ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലുമൊക്കെ റിയാക്ഷൻ സംഭവിക്കും. കാരണം നമ്മൾ വർഷങ്ങളായിട്ട് ഇതുമായിട്ട് നമ്മുടെ ബോഡി അഡാപ്റ്റ് ആയി കഴിഞ്ഞു. ഒരിക്കലും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻ സഡനായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. അത് എന്തിൻ്റെതായിരുന്നാലും നമ്മളൊരു അലോപ്പതി ആയുർവേദത്തിൽ പോവുകയാണ്, ആയുർവേദത്തിൽ നിന്ന് വേറെ ഏതെങ്കിലും സിസ്റ്റം ഓഫ് മെഡിസിനിൽ പോകണം, ഗ്രാജുവലി മാത്രമേ നമ്മൾ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളൂ. അതും നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ മെഡിസിൻ എടുത്തുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ആ മെഡിസിൻ്റെ അളവ് ഗ്രാജുവലി കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഞാൻ പറഞ്ഞു, ടോട്ടൽ കൊളസ്ട്രോൾ, HDL, LDL, VLDL ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൽ HDL ആണ് നല്ല കൊളസ്ട്രോളും LDL ആണ് മോശമായിട്ടുള്ള കൊളസ്ട്രോളും. അപ്പോൾ നമ്മളുടെ ശരീരത്തിൽ എപ്പോഴും HDL ലെവൽ കൂടി നിൽക്കണം, LDL ലെവൽ കുറഞ്ഞ് നിൽക്കണം. അപ്പോൾ നമുക്ക് HDLനെ കൂട്ടാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്തൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എന്നാൽ മാത്രമല്ലേ നമ്മൾക്ക് ഇത്തരം എന്തൊക്കെ നമുക്കതിൽ ഉൾപ്പെടുത്താം എന്നതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം, ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാർ എന്തൊക്കെ ചെയ്യാതിരുന്നാലാണ് നമുക്ക് ഈ HDL കൂടാൻ സാധിക്കുന്നതിനെക്കുറിച്ച് പറയാം. ഫസ്റ്റായിട്ട് നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, കൺസിസ്റ്റൻസി ഈസ് ദ കീ കേട്ടോ. നമ്മൾ പെട്ടെന്ന് പോയിട്ട് നമ്മുടെ ഇതെല്ലാം മാറ്റി, നമ്മൾ കഴിക്കുന്നതെല്ലാം മാറ്റി നമുക്ക് ഈ ഇത് ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോയാൽ ഒരു ദിവസം നിങ്ങൾ ഫോളോ ചെയ്യും, അല്ലെങ്കിൽ 2 ദിവസം നിങ്ങൾ ഫോളോ ചെയ്യും, പിന്നെ വീണ്ടും ഡ്രോപ്പ് ആവും. അപ്പോൾ നമ്മൾ ഗ്രാജുവലി ചെറിയ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് ആഡ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് അങ്ങനെ വേണം നിങ്ങൾ ആ ഒരു ബാലൻസ്ഡ് ആയിട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റ് എന്നും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ തുടങ്ങാമോ നമുക്ക്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് തന്നെ നമ്മുടെ ഒബിസിറ്റി, ധാരാളം വണ്ണമുള്ള ശരീരഭാരം കൂടിയ ആൾക്കാർ, നമ്മൾ BMI നോക്കുമ്പോൾ ഒബിസിറ്റി ആയിട്ടുള്ള ആൾക്കാർ, നമ്മുടെ ഹൈറ്റിന് ആവശ്യത്തേക്കുള്ള വണ്ണമല്ല അതിൽ കൂടുതൽ നമുക്കുണ്ട് എന്നുള്ള ആൾക്കാർ, നമ്മൾ തീർച്ചയായിട്ടും വണ്ണം കുറയ്ക്കുക. നമ്മൾ വണ്ണം കുറച്ചില്ല, ഒബീസ് ആയിട്ടുള്ള ആൾക്കാരിലാണെങ്കിൽ എപ്പോഴും LDL കൂടി തന്നെ നിൽക്കുക. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, വണ്ണം കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബാലൻസ്ഡ് ആയിട്ടും എക്സസൈസും ഒക്കെ കൊണ്ട് നമ്മളുടെ ശരീരഭാരം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് സ്ട്രെസ്സ്. നമ്മൾ ബാക്കിയെല്ലാം ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും സ്ട്രെസ്സ് ഡയറക്റ്റായിട്ടും ഇതിനെ ബാധിക്കും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സ്ട്രെസ് ലെവൽ എപ്പോഴും കുറഞ്ഞിരിക്കണം. സ്ട്രെസ്സ് കൂടുമ്പോൾ പല ഹോർമോണുകൾ, കോർട്ടിസോൾ പോലുള്ള ഹോർമോണുകൾ റിലീസാവുകയും അത് HDLനെ കുറയ്ക്കുകയും LDLനെ കൂട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ മാക്സിമം സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കാൻ എന്ന് പറയുകയാണെങ്കിൽ മനുഷ്യരാണ്, സ്ട്രെസ് ഉണ്ടാവും. എങ്കിലും നിങ്ങളൊന്ന് നമ്മളെ എന്തെങ്കിലുമൊക്കെ, നമുക്കിപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് പല കാര്യങ്ങളും മെഡിറ്റേഷൻ അതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് പോസിറ്റീവായിട്ടിരിക്കാൻ, സ്ട്രെസ്സ് കുറയ്ക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് ചെയ്യുന്നു, ഫുഡൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നു, എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും സ്ട്രെസ് ലെവൽ കൂടി നിന്നാലും നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്ട്രെസ് ലെവലിനെ കുറയ്ക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ടുള്ള കാര്യം. പിന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ്, ട്രാൻസ് ഫാറ്റ് തുടങ്ങിയ ഫാറ്റുകൾ അടങ്ങിയ ആഹാരങ്ങൾ കംപ്ലീറ്റ്ലി കട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവിനെ കുറയ്ക്കുക. നമ്മൾ ഒരു ചെറിയ എമൗണ്ടിൽ കഴിച്ചു എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല. ഈ ട്രാൻസ് ഫാറ്റും സാച്ചുറേറ്റഡ് ഫാറ്റ് അവോയ്ഡ് ചെയ്യണമെങ്കിൽ അത്രയും നല്ലത്. ട്രാൻസ് ഫാറ്റ്, സാച്ചുറേറ്റഡ് ഫാറ്റൊക്കെ ഒരുപാട് കൂടി നിൽക്കുന്ന ഫുഡ് നമ്മൾ കഴിക്കുവാണെങ്കിൽ നമ്മളുടെ LDL കൊളസ്ട്രോൾ കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്,
ഓയിലി ഫുഡ്, വറുത്തത്, പൊരിച്ചത്, അത്തരത്തിലുള്ള ഫുഡൊക്കെ കഴിക്കുന്ന ആൾക്കാരിൽ ഇത് കൊളസ്ട്രോൾ കൂടുന്നുണ്ട്. തീർച്ചയായിട്ടും അത് അമിതമായിട്ട് കഴിക്കുന്ന ആൾക്കാരിൽ കൂടുന്നുണ്ട്. അതിനേക്കാളും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടുമ്പോൾ, നമ്മൾ കഴിക്കുന്ന ഇതിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടുമ്പോൾ ധാരാളം എനർജി റിലീസ് ചെയ്യും, ധാരാളം എനർജി ലിവറിൽ പോയി സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ആണ് വില്ലൻ. കാർബോഹൈഡ്രേറ്റ് ഒരുപാട് എടുക്കാൻ പാടില്ല കേട്ടോ. ഒരു ബാലൻസ്ഡ് ഡയറ്റ് എടുക്കാവുള്ളൂ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു പ്ലേറ്റ് എടുക്കുവാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് 25, പ്രോട്ടീൻ 25, ബാക്കി കുക്ക്ഡ് വെജിറ്റബിൾസ് അല്ലെങ്കിൽ സാലഡ്സ്, ലീഫി വെജിറ്റബിൾസ് ഒക്കെ 50 എന്നൊരു പോർഷനിലായിരിക്കും. കാർബോഹൈഡ്രേറ്റ് ഒരിക്കലും 50-ന് മുകളിൽ നമ്മൾ പൊതുവേ കഴിക്കുന്ന അങ്ങനെയാണല്ലേ, കാർബോഹൈഡ്രേറ്റ് ധാരാളം കഴിക്കും. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, അത് ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. ഷുഗർ മാക്സിമം അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ കുറയ്ക്കുക. ഷുഗർ കൂടുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ എപ്പോഴും പറയും ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആയിട്ടുള്ള ഫുഡുകളൊന്നും LDL-നെ കൂട്ടും. അപ്പോൾ നമ്മളെപ്പോഴും ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഫുഡുകൾ വേണം കഴിക്കാനായിട്ട്. ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഫുഡ് കഴിക്കാൻ പാടില്ല. ഷുഗർ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഷുഗർ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും LDL-ഉം കൂടും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആൽക്കഹോൾ, സ്മോക്കിംഗ്, ഇത്തരം കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെ നമ്മളുടെ LDL-നെ കൂട്ടാം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് HDL കൂട്ടാനായിട്ട് നമ്മൾ ആദ്യം ഫോർമോസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസൈസ്. ഡെയിലി ഒരു ഹാഫ് ആൻ അവറെങ്കിലും നിങ്ങൾ എക്സസൈസ് മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. നമ്മളുടെ എയറോബിക് പോലത്തുള്ള എക്സസൈസാണ് ഏറ്റവും നല്ലത്. വേർക്കുന്ന തരത്തിൽ നമ്മൾ പെട്ടെന്ന് കയറി എയറോബിക് എക്സസൈസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഗ്രാജുവലി കൂട്ടുക. അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ അരമണിക്കൂർ നിങ്ങൾ നടക്കുക കേട്ടോ. അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ്സ് നടക്കുക. ഒരു 10 മിനിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, സ്ട്രെന്യൂസ് ആയിട്ട് ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുക. മിനിമം അരമണിക്കൂർ. അത് നമുക്ക് വാക്കിംഗ് ആവാം, അല്ലെങ്കിൽ നമുക്ക് എക്സസൈസ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഹെവി ആയിട്ടുള്ളതൊക്കെ ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ബോഡി അത് താങ്ങത്തില്ല. അതുകൊണ്ട് മിനിമം അരമണിക്കൂറെങ്കിലും നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ എനർജിയെ നമ്മൾ ബേൺ ഔട്ട് ചെയ്യണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിച്ചാലും നമ്മൾ വേറെ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. കാരണം ലിവർ നാച്ചുറലി നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിക്കും തോറും ഫാറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് കൂടിയിരിക്കുകയും അത് എനർജി ബേൺ അപ്പ് ആവാതിരുന്നു കഴിഞ്ഞാൽ അത് വീണ്ടും അടിഞ്ഞുകൂടി കൊളസ്ട്രോൾ പോലുള്ളത് ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ അരമണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യുക. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ നമ്മുടെ ബോഡിയിൽ കൊടുക്കുക. omega-3 ഫാറ്റി ആസിഡ്സ് നമ്മളുടെ ചാള, ചൂര, നെത്തോലി, ഇത്തരം ഫുഡുകളിൽ, ഇത്തരം മീനുകളിൽ, മാക്രൽ, സാൽമൺ ഇതുപോലത്തുള്ള മീനുകളിൽ, മെയിനായിട്ടും ചെറിയ മീനുകളിലാണ് കൂടുതലായിട്ട്, ഇത്തരം മീനുകളിൽ omega-3 ഫാറ്റി ആസിഡ്സ് കൂടുതലായിരിക്കും. അത്തരം ഫുഡുകൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. പിന്നെ നമ്മൾ ഓയിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഏത് ഓയിലും യൂസ് ചെയ്യാം, കോക്കനട്ട് ഓയിലും ഒക്കെ യൂസ് ചെയ്യാം. പക്ഷേ നമ്മളത് മിതമായിട്ട് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിന് പകരം കറി വെച്ച് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിൽ നമുക്ക് HDL കൂടണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഓയിൽ ഒലിവ് ഓയിലാണ് കേട്ടോ. ഒലിവ് ഓയിലാണ് HDL കൂട്ടാൻ സഹായിക്കുന്നത്. പക്ഷെ നമ്മൾ ഒലിവ് ഓയിൽ ഇട്ട് ചൂടാക്കി അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിക്കുന്നതിന് പകരം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഭക്ഷണത്തിൽ, അതായത് നമ്മൾ സാലഡ് എടുക്കുന്നു, അല്ലെങ്കിൽ ലീഫി വെജിറ്റബിൾസ് എടുക്കുന്നു, നമ്മൾ കുക്ക്ഡ് വെജിറ്റബിൾസ് എടുക്കുന്നു, അതിൻ്റെ മുകളിൽ ഒരു ടീസ്പൂൺ ഒലിവ് ഓയിൽ ഇട്ടിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഓയിലിൽ ഏറ്റവും HDL കൂട്ടാൻ സഹായിക്കുന്നത് ഒലിവ് ഓയിലാണ് കേട്ടോ. അതുപോലെ തന്നെ ധാന്യം, ഹോൾ ഗ്രെയിൻസ്, അതായത് ഹോൾ വീറ്റ് ആവാം, ഓട്സ് വളരെ നല്ലതാണ് കേട്ടോ. ഓട്സ്, ബാർലി, ഇത്തരം അല്ലെങ്കിൽ വീറ്റ്, അത്തരം ഹോൾ ഗ്രെയിൻസ് നല്ലതാണ്. ഇതിൽ ഓട്സ് എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരം ചെയ്യുന്നത് ഓട്സ് ഇട്ട് പാലൊഴിച്ച് പാല് കാച്ചി അതിനെ കുറുക്കി എടുത്തിട്ടാണ് ഓട്സ് കഴിക്കുന്നത്. അപ്പോൾ അത് നല്ലതല്ല. അതിൻ്റെ വീണ്ടും ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടും. അപ്പോൾ അത് വീണ്ടും കൊളസ്ട്രോൾ കൂട്ടാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്സ് എടുത്തിട്ട് വേറെ എന്തെങ്കിലും വെജിറ്റബിൾസിൻ്റെ കൂടെ ഓട്സ്, നമ്മൾ റവ ഉപ്മാവൊക്കെ ഉണ്ടാക്കത്തില്ലേ, റവ നമ്മൾ ചൂടുവെള്ളം തിളച്ചിട്ട് വേറെ വെജിറ്റബിൾസ്, ക്യാരറ്റ് അങ്ങനത്തെയൊക്കെ ഇട്ടിട്ട് കഴിക്കില്ലേ, അതേമാതിരി റവയ്ക്ക് പകരം നമ്മൾ ഓട്സ് എടുത്തിട്ട് ഓട്സ് പൊടിച്ചിട്ട് അത് ഉപ്പുമാവ് പോലെ നമുക്ക് കഴിക്കാം. ഈ കാച്ചിക്കുറുക്കി കഴിക്കേണ്ട ഓട്സ്. അപ്പോൾ ഹോൾ ഗ്രെയിൻസിൻ്റെ കാര്യം പറയുമ്പോൾ അതാണ്. വെജിറ്റബിൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലീഫി വെജിറ്റബിൾസ് ആയിട്ടുള്ള സ്പിനാച്ച് വളരെയധികം HDL കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ബ്രിഞ്ചോളും നമ്മളുടെ HDL കൂട്ടും. വെണ്ടയ്ക്കയില്ലേ, ലേഡീസ് ഫിംഗർ,
അതും നമുക്കിതൊക്കെ ഒരു വഴുവഴുപ്പുള്ള ഒരു സാധനമല്ലേ, നമ്മൾ കഴിക്കുമ്പോൾ തന്നെ വെണ്ടയ്ക്കൊക്കെ ഒരു വഴുവഴുത്തൊരു സാധനം വാക്സി സബ്സ്റ്റൻസ് വരത്തില്ലേ, ആ സബ്സ്റ്റൻസ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന നമ്മളുടെ ഫാറ്റിനെ ശരീരത്തിൽ നിന്നും റിമൂവ് ചെയ്യാനായിട്ട് ഇത്തരം സബ്സ്റ്റൻസ് ഹെൽപ്പ് ചെയ്യും. ബ്രിഞ്ചോൾ, പിന്നെ എന്താ ഞാൻ പറഞ്ഞത്, ലേഡീസ് ഫിംഗർ നല്ലതാണ്. പിന്നെ നമ്മുടെ ബ്രൊക്കോളി, കോളിഫ്ലവർ, ഇത്തരം വെജിറ്റബിൾസും വളരെയധികം, ബ്രൊക്കോളി, കോളിഫ്ലവർ, ഈ ടൈപ്പ് വെജിറ്റബിൾസ് എല്ലാം വളരെയധികം നമ്മുടെ ഡയറ്റിൽ ഉൾക്കൊള്ളിക്കണം. പിന്നെയാണ് നമ്മുടെ ഗാർലിക്കിനകത്ത് അല്ലിസിൻ എന്നൊരു കോമ്പൗണ്ട് ഉണ്ട് കേട്ടോ. അതും നമ്മുടെ HDLനെ കൂട്ടാനായിട്ട് സഹായിക്കും. ഗാർലിക്ക് നല്ലൊരു, നമ്മളുടെ വെളുത്തുള്ളിയിൽ അല്ലിസിൻ എന്നൊരു കോമ്പൗണ്ട് ഉണ്ട്. അതും നമ്മുടെ HDL ലെവലിനെ കൂട്ടാനും അനാവശ്യമായിട്ടുള്ള കൊഴുപ്പിനെ നീക്കം ചെയ്യാനും സഹായിക്കുന്നു. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ടോപ്പ് മോസ്റ്റ് നിൽക്കുന്ന ഫ്രൂട്ട്സാണ് അവക്കാഡോ, ആപ്പിൾ, അതുപോലെ തന്നെ പേര, കിവി ഫ്രൂട്ട്, സ്ട്രോബെറീസ്, ഗ്രേപ്പ്, ഇതെല്ലാം തന്നെ HDLനെ കൂട്ടുന്നു. മെയിനായിട്ടുമുള്ളത് അവക്കാഡോയും നമ്മുടെ ഈ പറഞ്ഞ ആപ്പിളുമാണ് കേട്ടോ. പിന്നെ നട്ട്സിലെടുക്കുകയാണെങ്കിൽ വാൽനട്ട്, ബദാം, കാഷ്യൂ എടുക്കാം. കാഷ്യൂ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് കൂടുതലുള്ളതുകൊണ്ട് ഒരുപാട് എടുക്കേണ്ട, കുറച്ച്. ഇതെല്ലാം തന്നെ നമ്മൾ ധാരാളമായിട്ട് എടുക്കുകയാണെങ്കിൽ അത് കൊളസ്ട്രോൾ കൂട്ടും. ഒരു പരിമിതമായിട്ടുള്ള അളവിൽ ഒരു ഫിസ്റ്റ്, ഒരു കൈപ്പിടിയിൽ നമ്മളൊരു 4 o'clock സ്നാക്കായിട്ടൊക്കെ ഇതിൽ നിന്നും 2-3 നമുക്ക് എടുത്ത് മിക്സ് ചെയ്തൊക്കെ കഴിക്കാം. അല്ലെങ്കിൽ ഒരു നട്ട് തന്നെ ഒരു കൈപ്പിടി എടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ ഡയറി പ്രോഡക്ട്സ് ആയിട്ടുള്ള മിൽക്ക്, പിന്നെ അതിൻ്റെ ബൈ പ്രോഡക്ട്സ് ആയിട്ടുള്ള ചീസ്, ബട്ടർ, ഗീ, ഇതൊക്കെ ഞാൻ ഗീയുടെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു 1 ടീസ്പൂൺ ഗീ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് കൊളസ്ട്രോൾ കൂടാനൊന്നും പോകുന്നില്ല. പക്ഷേ ഇതെല്ലാം തന്നെ ഡയറി പ്രൊഡക്ട്സ് ആയാലും ഒരു കുറഞ്ഞ അളവിൽ എടുക്കുക. അതുപോലെ തന്നെ പ്രോട്ടീനായിട്ടുള്ള ചെറുപയർ, സോയ, കടല വർഗ്ഗത്തിൽപ്പെട്ട ആഹാരങ്ങളൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ HDL ലെവൽ കൂട്ടാനായിട്ട് സാധിക്കും. ഞാൻ മുന്നേ പറഞ്ഞത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യത്തിൽ ഞാൻ ട്രാൻസ് ഫാറ്റും സാച്ചുറേറ്റഡ് ഫാറ്റും എന്ന് പറഞ്ഞായിരുന്നു, എടുത്ത് പറഞ്ഞില്ലായിരുന്നു. ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്നത് അതിലടങ്ങിയിരിക്കുന്ന മെയിൻ ഫുഡ് ഐറ്റംസ് എന്ന് വെച്ചാൽ ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, നമ്മളുടെ എന്താ പറയുക, ജങ്ക് ഫുഡ്സ് ആയിട്ടുള്ള നമ്മൾ ഫ്രൈഡ് ഫുഡ്സൊക്കെ ഇല്ലേ, പിസ്സ, നമ്മുടെ ബർഗർ, അതുപോലത്തുള്ള ജങ്ക് ഫുഡ്, ഫ്രൈഡ് ഫുഡ് ഐറ്റംസ്, പിന്നെ ബേക്കറി ഐറ്റംസ്, പിന്നെ ഫ്രൈഡ് ആയിട്ടുള്ള ചിപ്സ്, അത്തരം ഫുഡൊക്കെയാണ് ഈ ട്രാൻസ് ഫാറ്റ്. അല്ലെങ്കിൽ നമ്മൾ പോപ്കോൺ, മൈക്രോവേവിൽ ഉണ്ടാക്കിയ പോപ്കോൺ, അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ്, ഇത്തരം ഫുഡ് ഐറ്റംസാണ് ഞാൻ പറഞ്ഞ ഈ ട്രാൻസ് ഫാറ്റിൽ. അത് നമ്മൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം. സാച്ചുറേറ്റഡ് ഫാറ്റ് ഒരു ചെറിയ അളവിൽ, മിതമായിട്ടുള്ള അളവിൽ നമ്മളുടെ ശരീരത്തിന് ആവശ്യമുള്ളതായിട്ടുള്ള സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ് നമ്മളുടെ ഈ മിൽക്ക് പ്രോഡക്ട്സ് എല്ലാം, മിൽക്ക് പ്രോഡക്ട്സ് എല്ലാം, ചീസ്, ബട്ടർ, ഇത്തരം ഫുഡ് ഐറ്റംസ് എല്ലാം വരുന്നത്. അത് നമ്മുടെ ശരീരത്തേക്ക് ആവശ്യമുണ്ട്. പക്ഷേ ഒരു ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് കൊളസ്ട്രോൾ ഉണ്ടാക്കും. ഒരു പരിമിതിയിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ്, അതായത് ഗീ അതുപോലത്തെയൊക്കെ ഒരു വളരെ ചെറിയ അളവിൽ നമുക്ക് ആവശ്യമുള്ള അളവിൽ കഴിക്കുകയാണെങ്കിൽ ശരീരത്തിന് ഗുണമേ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉള്ള ആഹാരങ്ങൾ, പ്രോസസ്ഡ് മീറ്റൊക്കെ ഈ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിൽ വരുന്നതാണ്. അത് കഴിക്കുകയാണെങ്കിൽ, ഒരുപാട് കഴിക്കുകയാണെങ്കിൽ ഇത് കഴിക്കുന്നവരിൽ കൊളസ്ട്രോൾ കൂടും. അത് നേരത്തെ ഏതൊക്കെയാണെന്ന് പറഞ്ഞില്ല, അതിനിടയ്ക്കൂടെ ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത്തരം ഫുഡ് ഹാബിറ്റ്സൊക്കെ നിങ്ങൾ ശീലമാക്കുക. അതുപോലെ തന്നെ മസ്റ്റായിട്ടും എക്സസൈസ് ചെയ്യുക. ഗ്രാജുവലി കൂട്ടുക. എറോബിക് എക്സസൈസിന് ഏറ്റവും നല്ലത് അതൊന്നും പറ്റി. എറോബിക് എന്ന് പറയുമ്പോൾ വാക്കിംഗ്, ജോഗിങ്, സൈക്ലിംഗ്, സ്വിമ്മിങ്, പിന്നെ കുറച്ച് വേർക്കുന്നു. പക്ഷേ ഫാസ്റ്റായിട്ട് നമ്മളത് ചെയ്യേണ്ടതില്ല. ഗ്രാജുവലി ആയിട്ട് നമുക്കത് ചെയ്യുക. ഒന്നും പറ്റില്ലെങ്കിൽ അരമണിക്കൂർ നടക്കുക, ചെറിയ എക്സസൈസുകൾ ചെയ്യുക, സ്ട്രെസ് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നമ്മുടെ HDL കൊളസ്ട്രോൾ കൂട്ടാനും LDLനെ കുറയ്ക്കാനും കൊളസ്ട്രോൾ നമുക്ക് ഒരു കൺട്രോളിൽ നിർത്താനും സാധിക്കും. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുമല്ലോ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.